ഓ പോയാ നാശം പിടിക്കാൻ ഈ റേഡിയോ നല്ലോണം കേട്ടോണ്ടിരുന്നാണല്ലോ. എന്റെ പൊന്ന് റേഡിയോ ഒന്ന് കേക്കേ. ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, 10 കൊല്ലമായിട്ടേ കൊണ്ടുവന്നിട്ട് ഒന്ന് കേക്കണ്ട അങ്ങോട്ട്. നാശം പിടിക്കാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ അങ്ങനെ ഇരുന്ന് കേക്കത്തില്ല. ഇതെന്താ കളയണാണ് നല്ലത്, ചുമ്മാ നാണിക്കാനായിട്ട്. അണ്ണാ ചായയുടെ ബിസിനസ് തുടങ്ങിയാ? ചായയുടെ ബിസിനസ് ഇല്ല. പിന്നെ സ്റ്റൗവിന്റെ സൗണ്ട് കേൾക്കുന്നു. സ്റ്റൗവിന്റെ സൗണ്ട് അല്ലടാ, പിന്നെ ഈ റേഡിയോ ഇവിടെ നിരക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, പിന്നെ നിൽക്കും. കടയിലെ മുതലാളിയായിട്ടിരുന്നിട്ട് കാര്യമില്ല, പുതിയൊരു റേഡിയോ ഒക്കെ വാങ്ങണം. എന്താ പുതിയൊരു റേഡിയോ വാങ്ങണം? ഇയാൾ പറഞ്ഞിട്ട് അതൊന്ന് റേഡിയോയുടെ പൈസ ഇയാൾ കൊണ്ടുവന്ന് തന്നേക്കണെന്ന്. എത്ര രൂപ എനിക്ക് ഇവിടെ പറ്റുണ്ട്? 2500 സംതിങ് ഉണ്ട് നിന്റെ പറ്റ്. 200 പേജ് ബുക്ക് കവിഞ്ഞ്. നീ പൈസ മര്യാദയ്ക്ക് കൊണ്ട് തരണം. പറഞ്ഞാൽ നീ അധികം സംസാരിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ പൈസ കിട്ടിയേ പറ്റൂ. അണ്ണ എത്ര ഞാൻ തരാറുണ്ട്? കണക്കിനാണെങ്കിൽ 2500 സംതിങ് ഉണ്ട്. 2500 സംതിങ് ഉണ്ട്. ഞാൻ നാളെ ഒരു 25 രൂപ കൊണ്ടുവന്ന് തരും. നീ 25000 തരണ്ട, എന്റെ കറക്റ്റ് പൈസ 2500 തന്നാ. 25000 അല്ല, 25 രൂപ. 25 രൂപ? ഓ, എന്നിട്ട് എന്റെ പഴയ ബുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആ പൈസക്ക് പുതിയ ബുക്ക് വാങ്ങിച്ച് എന്റെ പുതിയ പറ്റ എടുത്തതാണ് നല്ലത്. അപ്പൊ ചുരുക്കി പറഞ്ഞാ നീ എനിക്ക് തരാനുള്ള പൈസ അങ്ങ് എഴുതി തള്ളണം. എത്ര ബാങ്കുകൾ ലക്ഷങ്ങൾ എഴുതി കളയുന്നുണ്ടാ, പിന്നെ എന്റെ 2500 എഴുതി കളഞ്ഞൂടെ? ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് പൈസ തരണ്ട. എഴുതള്ളിയാ? എഴുതള്ളി. എന്റെ കട എഴുതള്ളി. നീ തരണ്ട. നിനക്ക് ഞാൻ ഒരു 1000 രൂപ അങ്ങോട്ട് തരും. സംഭവം വേറെ ഒന്നുമല്ല, ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെക്കണം നീ. എന്നിട്ട് നീ കച്ചവടം നടത്ത്. നിന്നെ പോലുള്ള വേട്ടാവളയും വരെ ഇതൊക്കെ ഒന്ന് കടം ചോദിക്കും. അപ്പൊ നിന്റെ കിരീരൂപം അങ്ങ് മാറും. മനസ്സിലായല്ലേ? ജീവിച്ച് പോട്ടെണ്ണ, ജീവിച്ചേ പോട്ടെണ്ണ. അണ്ണ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ എന്തോന്നാ അവിടെ ഭയങ്കര അക്കരെ ഭാഗത്ത് മറ്റേ ആൾക്കാർ വരുന്നു, ബഹളം, പിന്നെ ആംബുലൻസ് ഒക്കെ വന്നിരിക്കുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തോ നീ സംഭവം അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ലേ? നീ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് നീ അറിഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അല്ല, അക്കരെ നമ്മളെ സുമതിയില്ലേ? സുമതി കുളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് കുളിമുറി ഇടിഞ്ഞു വീണ് മരിച്ചു. നല്ലൊരു ചേച്ചിയായിരുന്നു കേട്ടാ. ബോഡി കൊണ്ടുവന്നാ പറയുന്നത്. ഇപ്പൊ മറ്റേ മണിയന്റെ ബോഡി കൂടെ കൊണ്ടുവരണം. മണീന്റെ ബോഡിയാ? ഓ, അതങ്ങനെ ശരിയോ? കുളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്ത് മണീനും ഉണ്ടായിരുന്നു. കടയൊക്കെ അങ്ങ് ഡെവലപ്പ് ആക്കാനുള്ള പരിപാടി ആയിരിക്കും. എന്തോ അറബ് പത്രമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. എടാ ആ പത്രം നേരെ തിരിച്ചു പിടിയടാ. ഇവിടെ മലയാളം നേരെ സംസാരിക്കാറില്ല, പിന്നെ നീ അറബ്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ചങ്കിടിപ്പാണ്. സത്യം. ഈ വാർത്ത വായിച്ചായിരുന്നു? 50കാരൻ 16കാരിയെ പീഡിപ്പിച്ചു. 50കാരൻ 16കാരിയെ പീഡിപ്പിച്ചെന്ന് ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായല്ലോ ഇതുപോലെ. ആ കക്ഷിയുടെ അവസ്ഥ എന്താണെന്ന് അറിയായിരുന്നു? ഇല്ല. എന്തിനു പറയണ, ഇപ്പൊ ഈ ഇടയ്ക്കാണ്ട് ഡിസ്ചാർജ് ആയത് മറ്റേ മെഡിക്കൽ കോളേജിൽ. എന്നാ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഞാൻ ചോദിച്ചില്ലല്ലോ. ആ ചോദിച്ചില്ല, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ പോയി പോയിട്ട് കുഴപ്പമില്ല. എന്റെ പൊന്നെണ്ണ ബാബു അണ്ണ, നിങ്ങളടുത്ത് എത്ര നാളായിട്ട് പറയുന്നു ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് ഒരു സ്പീക്കറൊക്കെ വെച്ച് ഇങ്ങനെ നടന്നാലെങ്കിലും വല്ല കാര്യമുണ്ട്? എടാ, നിന്റെ കൂടെ സംസാരിക്കുന്ന കാര്യം നടക്കൂല. എനിക്ക് എന്റെ ബിസിനസ്സാണ് വലുത്. കേരള സംസ്ഥാന ബാഗ്ഗുരി നാളെയാണ് ഞാൻ കിടപ്പ്. ഒരു ടിക്കറ്റ് എടുക്കൂ, സമ്മാനം നേടൂ. അല്ല, ഇതെന്താ ഇങ്ങനെ മ്യൂസിക് വെക്കണേ? നമ്മളെ കയ്യിൽ റെക്കോർഡ് ചെയ്യാനുള്ള പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് വിത്ത് കച്ചവടം. കേരള സംസ്ഥാന ബാഗ്ഗുരി നാളെയാണ് ഞാൻ കിടപ്പ്. ഈ കണ്ണിന് ഇപ്പൊ എന്താ പറ്റിയതാ? അതൊരു ലോട്ടറി അടിച്ചത്. ഒരു ലോട്ടറി അടിച്ചത്. ലോട്ടറി കൈയും കാലും ഉണ്ടോ അടിക്കാൻ? അല്ലെന്ന്, നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു പയ്യന് 2 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അപ്പം അവന് കൊടുക്കാനുള്ള 2000-ന്റെ പുതിയ നോട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. അമ്മമ്മ ഉണ്ട് വീട്ടില്. അമ്മമ്മക്ക് കണ്ണൊന്നും വലിയ ഇതില്ല, കണ്ണൊന്നും കാണത്തില്ല. അപ്പൊ അവര് വിചാരിച്ച് ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ആയിരിക്കും എന്ന് വിചാരിച്ച് പുല്ലെല്ലാം കൂടെ എടുത്ത് കത്തിച്ചാണ്. ആ പയ്യൻ പറയുന്ന ടീമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഈ സൈഡ് കംപ്ലീറ്റ്. അല്ല, ഈ ലോട്ടറി കൊണ്ട് കിടന്ന കുടുംബം കൂടി പോവോ? ഈ ലോട്ടറി കൊണ്ട് ഇങ്ങനെ നടന്ന കുടുംബം പോകൂല. ഈ ലോട്ടറി കൊണ്ട് ഇങ്ങനെ ഓടി 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 നടന്നേ നമുക്ക് നമ്മളെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടക്കും. കുടുംബം നിങ്ങളെ പറയാൻ ഓടി വരും, പിന്നെ ഓടി പോകും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അതാണ് എൻ്റെ ലോകം. അതിനപ്പുറം ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലായിട്ട് വന്ന് കയറിയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. സോറി, ക്ഷമിക്കണം. ദൃശ്യം സിനിമയിലെ സിദ്ദിഖ് സാറാണ് ഇരിക്കണമെന്ന് വിചാരിച്ചു. സോറി, ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞല്ലേ. മക്കളൊക്കെ എത്ര പേരുണ്ട്? മക്കള്
5 പേര്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യമില്ല കേട്ടോ. കുറച്ചില്ല. പിന്നെ 6ാമത് ഒരാൾ വരാമെന്നുള്ള പ്രതീക്ഷയിലാണ്. മിക്കവാറും അത് വിൻവിൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പ്രതീക്ഷ വെച്ചോണ്ട് പോയാലേ ഒരു ജാതക്കുള്ള ആള് കാണും വീട്ടില്. ഈ കൊച്ചിനെ എനിക്കറിയാല്ലേ. ആണോ? പിന്നെ എനിക്കറിയാം ഈ കൊച്ചു അഹങ്കാരിയില്ലേ. അയ്യോ അയ്യോ, ഒരു സാധു പിടിച്ച വെച്ചാ ഏയ് ഒരു കുഴപ്പമില്ല. ടിവിയിലൊക്കെ പറയുന്ന കൊച്ചല്ലേ ഇത്? അഹങ്കാര ആങ്കർ. അത് ഷർട്ടൊക്കെ തൂക്കിയിടുന്ന സാധനമില്ലേ. അയ്യോ അതല്ല ഈ അവതാരിക ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന അങ്ങനെ പറ. ഇത് കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചിനല്ലേ നമുക്ക് വയ്ക്കാനുള്ളത്. നല്ല അഹങ്കാരം ഭവണോ നല്ല കൊച്ചാ. അണ്ണാ ഞാൻ മെനങ്ങാന്നേ എവിടെടാ എവിടെ നോക്കുന്നേ സൈഡും കാണാൻ വയ്യ. അണ്ണാ ഇങ്ങോട്ട് നോക്കെ മെനങ്ങാന്നൊരു ടിക്കറ്റ് എടുത്ത പ്രതീക്ഷ. അപ്പൊ അതിന്റെ റിസൾട്ട് അണ്ണന്റെ ഉണ്ടോ? വല്ല പ്രതീക്ഷ ഉണ്ടാടാ. അണ്ണന്റെ എന്നാണ് എടുത്താ നീ പ്രതീക്ഷ ഉണ്ടാന്ന് വെച്ചാൽ അറിയത്തില്ല. നോക്കാം ഞാൻ. അല്ല, ഞാൻ നോക്കിക്കോളാം. ഇനി തന്നാ മതി. റിസൾട്ടൊക്കെ ഞാൻ തരാം. അവിടെ ഞാൻ നോക്കിക്കോളാം. പത്രത്തിൽ നോക്കാം. ഹലോ ഹലോ ആ ചേട്ടാ, ആ ഞാനിവിടെ എത്തിട്ടോ, ഞാനിവിടെ എത്തിണ്ടേ. ആ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഏട്ടാ, ശരി 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 ശരി. ആ സ്ത്രീ ശബ്ദമാണല്ലേ ഇത്? നമുക്കറിയാവുന്ന കൊച്ചാണല്ലേ ഇരിക്കുന്നത്. നമുക്കറിയാം നമ്മളെ കൊച്ചാണ്. നമുക്കറിയാവുന്ന കൊച്ചല്ലേ ഇത്? എവിടെ പോണു? എവിടെ പോണു? അല്ല, ഒരു റിസപ്ഷൻ ഉണ്ട്, ഇനി പോവാണ്. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. എന്തിന്? നമുക്ക് രണ്ടോ കൂടെ അല്ല, എനിക്ക് മനസ്സിലായില്ല ചേട്ടൻ എന്താ ഉദ്ദേശിച്ചേ. അല്ല, വന്നു കഴിഞ്ഞാൽ വല്ല ആഹാരം വല്ലതും കഴിക്കല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അയ്യോ ചേട്ടാ, അത് VIPസിന്റെ പാർട്ടിയാ. അത് ശരി. അപ്പൊ അമ്മക്ക് പറ്റിയ ടീമുകളല്ല. അല്ല അല്ല. ഇന്ന് പോയി കഴിഞ്ഞാൽ മറ്റന്നാ വരാം. എന്ത്? അല്ല, ഇന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ മറ്റന്നാ അതിന്റെ റിസൾട്ട് വരും. അതാണ് പറഞ്ഞ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. എന്താ ചേട്ടാ? നിങ്ങൾ അവിടെ ആരുടെ ഉച്ചയാകുമ്പോ ഒരാൾ ബൈക്കിൽ വന്നിട്ട് വേണ്ടത് ആരത്? ഉച്ചക്ക് അത് നമ്മുടെ പലിശക്കാരൻ മോഹനേട്ടനാണ്. അപ്പൊ ഗൾഫിൽ സുരേ അതിന്റെ ഹസ്ബൻഡ് അല്ലേ? അപ്പൊ കേരള സംസ്ഥാന ബാഗ്രി താൻ കൊറേ നേരമായി ടൊട്ടോന്ന് പറഞ്ഞിട്ട് എന്തോ അർത്ഥം വെച്ച് പറയണേ. എന്താ എന്റെ ഉദ്ദേശം? ഇപ്പൊ എന്റെ ടൊട്ടോടൊക്കെ എന്താണ് കുഴപ്പം? ഇത്ര ആൾക്കാർ ഇരിക്കുന്നില്ല, അവരാരും എന്റെ ടൊട്ടോടെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വല്ല പറയുന്നത് ടൊട്ടോടെ? ചേട്ടാ, ഇയാൾ വയസ്സായി, എന്തായാലും വയ്യ, പാവാന്ന് തോന്നിട്ട് ഞാൻ ഇത്ര നേരം ആളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഇത്ര അധികം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? ഇയാൾ എന്താ വേണ്ട? ഇയാളെ മറ്റേ കണ്ണും കൊണ്ട് അടിച്ചു തെറിപ്പിക്കണ്ട. അപ്പൊ തന്റെ തലയ്ക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, അതെ. ആ, മൂന്നാറോ? ഒയ്യോ, ഞാൻ വരാം. എന്ന് നാളെയോ? ഒയ്യോ, ഞാൻ ഉറപ്പായിട്ട് എത്താം. എപ്പോഴാ പോണേ? നാളെ 10 മണി. ഓക്കെ ഉറപ്പ്. ഞാൻ എത്തിയിരിക്കും. 10 മണിക്കല്ലേ? ഞാൻ എത്തിയിരിക്കും, ഉറപ്പ്. ശരി ഏട്ടാ, ശരി. ഓക്കെ, ബൈ. എവിടെ പോണു? മൂന്നാറ്. ചേട്ടാ, മൂന്നാറിലൊക്കെ നല്ല തണുപ്പായിരിക്കും അല്ലേ? മൂന്നാറ് ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ ചെന്ന് കയറി കൊടുത്താ ആര് വിളിച്ചത്? അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ആരാന്നറിയില്ല. അയ്യോ, ഞാൻ ഒരു സെക്കൻഡ് ചേട്ടാ, ഞാൻ ആരാന്നും ചോദിച്ചു കേട്ടോ, ഞാൻ മറന്നുപോയി നമ്പർ. ഓക്കെ. ഹലോ ചേട്ടാ, നേരത്തെ മൂന്നാറിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച ചേട്ടനല്ലേ ഇപ്പൊ ഈ ചേട്ടൻ? ആണല്ലേ? അയ്യോ, ഒന്നുമില്ല. ഞാൻ നമ്പർ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ. ഓക്കെ. ഇല്ല, നാളെ എത്തും, ഉറപ്പാണ് എത്തും. ഓക്കെ, ബൈ. ശരി. ആര് ഓട്ടം വിളിച്ചാലും പോവാ. നീ ഏത് പെട്ടിയാട്ടോടെ? എന്റെ പൊന്ന് ഏട്ടാ, ഞാൻ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോയിക്കോട്ടെ, നിങ്ങൾ ഇതിനൊക്കെ അന്വേഷിക്കാൻ നിക്കണേ. നമ്മളെ കൊച്ചുങ്ങളായിട്ടാണ് തരണ്ടത് എനിക്ക്. അലവലാതി. കൊറേ നേരായിട്ട് ഒട്ടോടോ പറഞ്ഞു നിക്കണോ? പെണ്ണുങ്ങളെ മര്യാദയില്ലാത്ത. പിന്നെ സുഖു മച്ചമ്പി എന്നിട്ട് പറയണു ഫ്ലോട്ടിരിക്കണോ? നമുക്ക് അടുത്ത പന്തിയിൽ ഒരുമിച്ചിരിക്കാം കേട്ടോ. കല്യാണത്തിന് ആരൊക്കെ വന്നു? എല്ലാരും വന്നാ? ഒറ്റ അടിയിലിട്ട് റിലേയും പോയി, എല്ലാം പോയി. ഞാൻ ഒരു കാര്യം, പൈസ കിട്ടണം. തമാശ കാണിക്കരുത്. സത്യം ശരിയാവത്തില്ല. നീ പൈസ കിട്ടിയേ പറ്റൂ. അണ്ണാ, എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തരില്ല. നിങ്ങൾ വർത്താനം കേട്ടതോ ഞാൻ വച്ചുകൊണ്ടില്ലെന്ന് പറയുന്നില്ല. നിങ്ങൾ നീ കഴിഞ്ഞ ശനിയാഴ്ച എത്തുമെന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ? അണ്ണാ, എന്റെ കിട്ടിയില്ല. കിട്ടുമ്പോ കൊണ്ട് തരാം. നീ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കടവട്ടോട്ട് എന്തൊരു കാര്യം അല്ല, സംഭവം ഇല്ലണ. അത് നമ്മളെ വേറെ പൈസ സുഖം ശരിയാവൂല.
കാരണം നമ്മൾ അടുത്ത് കിടന്നുണ്ട് അത് ശരിയല്ല. എന്റെ അണ്ണ ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തരും. എന്റെ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ കാശ് കൊണ്ട് തരും. എന്തൊരു കാര്യം പറയടേ നിങ്ങൾ എന്ത് സംഭവം എന്നാ അത് വേറെ ഒന്നുമില്ല, ഇത് വേറെ ഒരു പൈസയുടെ ഏർപ്പാട്. നിങ്ങൾ അതുകൊണ്ട് പൈസ കിട്ടണം, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും ഞാൻ വച്ചും കൊണ്ടില്ല അണ്ണ. എന്റെ ഇല്ല, കിട്ടിയ ഉടനെ ആദ്യം നിങ്ങളുടെ കടം തീർത്തോളാം ഞാൻ. സംഭവം നിങ്ങൾ കാര്യം പറയേണ്ട എന്താണ് സംഭവം തരാൻ കാര്യം വേറെ ഒന്നുമില്ല. ഈ കടവും കടവട്ടോട്ടായിട്ടിരിക്കുകയാണ്. അല്ലേ ബാങ്കിൽ ലോൺ എടുത്താണ് ഈ കട വെച്ചത്. ഓഹോ ഇവൻ സാധനം വാങ്ങിച്ചിട്ട് പോയിട്ട് ചുമ്മാ പറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ അത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ നാളെ തരാം മറ്റന്നാൾ തരാന്ന്. ഞാൻ ഇത് എവിടെ കൊടുത്ത് കൊള്ളിക്കൂ ഇതൊക്കെ. പാവപ്പെട്ടോ കഷ്ടപ്പെട്ട് അഞ്ഞു നടാ എന്താടാ നിങ്ങൾ ഇന്ന് പോയി നാളെ കാണാനുള്ള പയ്യന്മാര് ചുമ്മാ കിടന്ന് പ്രശ്നവും ഇവരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തിനാണ് സംഭവം എന്തിനാണ് അണ്ണാ ഞാൻ 2000 സംസാരിക്കാടാ ഒത്തടാവാ എന്താടാ കാര്യം പറയടാ നീയൊക്കെ ആദ്യം കാര്യം പറയാം എന്തിനാണ് സംഭവം എന്തിനാണ് അണ്ണാ 2000 സംസാരിക്കല്ല പോത്ര എന്താടാ നീ പറഞ്ഞ ഇത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് കാര്യം പറയണ്ടേ നിന്റെ അടുത്ത് അണ്ണാ ഞാൻ അങ്ങനെ മിണ്ടില്ലടാ കൊച്ചു അതിന് വലിയ വർത്താൻ പറയണടാ എന്താടാ നീ പറഞ്ഞ സംഭവം കാര്യം പറയണ്ട നീയൊക്കെ ആരെങ്കിലും അത് കത്തിപ്പില്ലാവും എന്തിനാണ് സംഭവം ആക്ച്വലി പ്രശ്നം എന്തിനാണ് സംസാരിക്കാൻ പറ്റില്ലടാ ചുമ്മാ കിടന്ന് സംസാരിക്കണം കാര്യങ്ങൾ സംസാരിക്കണ്ടേ ഡേ നിനക്ക് ഇത്തിരി വെളിവൊക്കെ ഉള്ളതാണ് നീ ആ ചെറുക്കൻ്റെ കാര്യം ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ എന്തിനാണ് സംഭവം എന്തിനാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഈ കട ഈ പൈസ സംസാരിക്കണം പൊട്ടണം എന്തിനാ കാര്യം നീയൊക്കെ ആദ്യം അത് പറയണ്ട നീയൊക്കെ ചുമ്മാ വെള്ളം ഉണ്ടാക്കുക എന്തിനാണ് സംഭവം എന്തിനാണ് ഇവിടെ അണ്ണാ ഇവന് പൈസ സംസാരിക്കല്ലേ പൊത്ത് പോത്ര അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവൻ പറയണില്ല നീയെങ്കിലും പറയണത്തി പോലെ എന്തിനാണ് കാര്യം ഇവിടെ നിങ്ങളുടെ ചുമ്മാ കിടന്ന് സംസാരങ്ങൾ ഒരടി കൂടിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടണം ഡേയ് സംഭവം എന്തിനാണ് ഇവിടെ അണ്ണാ ഞാൻ നിന്റെടാ നീ പറയണം ഒറ്റയടിക്ക് നീ ചോര ഒപ്പിളിക്കും കേട്ടോ ഈ കാര്യം നിങ്ങൾ പറയണ്ട അണ്ണാ ഞാൻ 2500 അങ്ങനെ കൊടുക്കാറുണ്ട്. അവൻ പറയണെന്നറിയാമോ നിന്നെ ഇടിച്ച് ഊപ്പാട് എടുത്തെന്നാണ് അവൻ പറഞ്ഞത് ഓ എന്റെ ഉണ്ട് പയ്യന്മാർ ജിമ്മി പോണ പയ്യന്മാർ കണ്ടിട്ടുണ്ടോ ഓരോന്നിനെ ചക്ക വിഴിഞ്ഞോണ്ടിരിക്കുന്നത് അവന്മാരൊന്നും എവനെ എടുത്തിട്ട് ഇടിക്കാൻ ഞാൻ കടയും കത്തിക്കും. മതി എനിക്ക് അത്ര കേട്ടാ മതി ബാക്കി ഞാൻ ഏറ്റ് സംഭവം കയ്യിൽ നിന്ന് പോയി കേട്ടോ അവന് ജിമ്മിൽ പോണ പയ്യന്മാരെ കൊണ്ട് നിന്നെ ഇടിച്ച് ഉറക്കുമെന്നാണ് പറഞ്ഞേക്കണത് എന്തെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ അതെന്ന് വെച്ചാൽ നീ ചെയ്യുക അതൊന്ന് ചെയ്തു നോക്കട്ടെ എനിക്ക് ആളുണ്ട് എനിക്ക് പറഞ്ഞോട്ട് ഒന്നേ നമ്മളെ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് ഇതെന്താന്ന് ഒരു വാരി ചുമ്മാ മനുഷ്യ ഒരു വാരി വിട്ടിയാലാക്കണത് തന്നെ ആ കുത്തി കീറും കേട്ടോ ഒരു വാരി പിന്നെ ദേഷ്യം വന്ന് കയറും ഇങ്ങനെ വേണ്ട പിന്നെ കിടന്ന് ചുമ്മാ കിടന്ന് ചന്ന പിന്നെ സംസാരം എന്നാ നീ ഒരു തീരുമാനം കണ്ടെത്ത് അതും ചെയ്യത്തില്ല തക്കോ കൊക്ക കിക്കോന്ന് പറഞ്ഞ പറഞ്ഞാൽ കൂടി പോകും എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും ഞാൻ പറയാനുള്ള പറഞ്ഞു നീ അയ്യടുത്ത് എന്താ പറഞ്ഞു നിന്റെ അടുത്ത് പൈസയല്ലേ ചോദിച്ചത് എനിക്ക് തരാനുള്ള പൈസയാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് നീ എന്നെ അടിക്കുമെന്നാ പറഞ്ഞത്. നീ പിന്നെ അയ്യടുത്ത് എന്താ പറഞ്ഞു നീ എന്നെ അടിച്ചു നോക്ക് നിന്റെ കടയും കത്തി നിന്നെ ഞാൻ അടിക്കും. ഇതെന്ന് നിന്നെ അടിക്കൂടാ നീ ഇപ്പൊ കൊട്ടേഷൻ നീ എന്നെ നേരിട്ടടി നീ എന്നെ അടിയടാ നീ ഇടി എന്താ സാറേ എന്താ ഇവിടെ പരിപാടി ഇല്ലേ നമ്മളെ ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ ഇവന്മാര് പോലീസാണ് തൊടിക്കാൻ പോയതാ അല്ല സാറേ ഞാൻ ഇങ്ങനെ വയ്യാത്താണ് എനിക്ക് എന്താ പറ ഇങ്ങനെ വരും എനിക്ക് പറ സാറേ ഇവന്മാര് ചുമ്മാ കിടന്ന് അടി കൂടുന്നു ഞാൻ പിടിച്ചു മാറ്റാൻ വന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല സാറേ ഇത് നമ്മള് പിന്നെ എന്റെ സ്വന്തം കടയാണ് അപ്പൊ പിന്നെ പൈസയുടെ നമ്മളെ നാരങ്ങ കുടിച്ചു അതിന് അല്ല പൈസ ചോദിച്ചാൽ അത്രേ ഉള്ളൂ വിളച്ചിലും കാര്യങ്ങളും നിർത്തിക്കോളാം അറിയാലോ അറിയാലോ ഇല്ല സ്ഥലം മാറി വന്ന പുതിയ SI ആണ് കേട്ടല്ലോ അതെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി എന്താ സാറേ ഈ ചപ്പിളി ചപ്പിളി മുക്ക് ഇതാണ് സാറേ ഇതല്ലേ ഈ ചപ്പിളി മുക്കില് ഇക്കിള് വിട്ടതാണ് സാറേ വെള്ളം എടുക്കട്ടെ സാറേ വെള്ളം വേണ്ട അല്ല വെള്ളം കുടിച്ചാൽ മാറും സാറേ വെള്ളം വേണ്ട സാറേ എന്തെങ്കിലും ചെയ്യണട്ടെ ഇക്കിളി മണ്ടേ കയറി മരിച്ചു വെള്ളമൊന്നും വേണ്ട വെള്ളം മാറിക്കണം സംഭവം എന്താ സാറേ സാറേ ഞാൻ അല്ലെങ്കിൽ വേറെ ഐഡിയ പറയാം വെള്ളം സാറ് കുടിക്കണ്ട അതിന് വേറെ ഐഡിയ എടുത്ത് മാറാനായിട്ട് സംഭവം വേറെ ഒന്നുമില്ല ഞാൻ പറയുമ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ത് അതെ പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിളി ഞാനിവിടെ അക്കരെ പോയി ഇക്കൾ അക്കരെ ചെയ്യുന്നു ഞാൻ ഇക്കരെ വന്നു ഇത് 10 പ്രാവശ്യം ചേർത്തെന്നൊക്കെ പറഞ്ഞാൽ മതി ഇത് 10 പ്രാവശ്യം ഞാൻ പറയണം മാറി കിട്ടും ഒരു ഒറ്റ അളിയാന്നാണല്ലോ ഞാൻ ആരാന്നാണ് വിചാരിച്ചേ അല്ലെ എന്റെ അമ്മ കൊച്ചിലെ എനിക്ക് അങ്ങനെയാണ് പറഞ്ഞത് അത് മാറിയിട്ടുണ്ട് നിന്റെ പൂക്കൾ നോക്കി ഒരു ചവിട്ടാന്നോട്ടല്ലോ അറിയാ പറഞ്ഞ സാറേ ഞാനാണെന്ന് എനിക്ക് അറിയാടാ കൊച്ചു പിള്ളയാണല്ലോ ഞാൻ എല്ലാണോ എന്റെ കളി എന്റെ ഭയം കൂടെ മാറണമെന്ന് വെച്ചാ 15 ശേഷം എന്റെ കീഴില്ല എന്നോട് അവൻ
ഞാൻ അക്കരെ പോയി അക്കരെയാണോ ഞാൻ എത്തിയിലാണോ അവനെ കണ്ട് വഴക്ക് പറയുകയും ചെയ്തു. അവനോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൂമ്പിലിടിച്ചെങ്കിലും ഇക്കളും ഞാനും അക്കരെ പോയി ഇക്കളക്കരെ ഞാൻ പോകുന്നുണ്ട് മാറുന്നുണ്ട് ഇക്കള് ഞാനും അക്കരെ പോയി ഇക്കളക്കരെ ഞാൻ മാറുന്നുണ്ട് ഇക്കള് ഞാനും അക്കരെ പോയി ഇക്കളക്കരെ ഞാൻ ഇക്കള് ഞാനും അക്കരെ പോയി മാറി അതെ മാറിയില്ല ഇക്കള് ഞാനും അക്കരെ പോയി ഇക്കളക്കരെ ഞാൻ ഇക്കള് ഞാനും അക്കരെ അതെ അതെ ഒരു കാര്യമുണ്ട്. ഞാൻ വെറുതെ വന്നല്ല, ഇക്കിൾ വന്നപ്പം വന്ന കാര്യം മറന്നുപോയി. മാറിയോ സാറേ? അതെ, ഒരു അഡ്രസ് ചപ്പിളിമുക്ക് തന്നെയല്ലേ? പ്രോപ്പർ ചപ്പളി ബുക്ക്. ഇവിടെ ആരും കയറാ വീട്ടിൽ സുകുമാരന്റെ വീട് ഏതാണ്? സാറേ അത് ഈ വളവ് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോയി 4ാമത്തെ വീടാ. സാറേ എന്താ കേസ്? അല്ല, അവന്റെ ഒരു മോനുണ്ടല്ലോ. ബോബൻ 18 വയസ്സ് കഴിഞ്ഞ മോൻ. പയ്യനെ അവനെ ഒരു പെണ്ണിനെ കൊണ്ട് എന്നാൽ ബസ് സ്റ്റാൻഡിൽ ഇട്ട് ഞാൻ പൊക്കി പാതിരാത്രിക്ക്. ഒളിച്ചോടാനുള്ള പരിപാടിയായിരുന്നല്ലോ. അവർ രണ്ടുപേരും ഇപ്പൊ സ്റ്റേഷനിലുണ്ട്. സാറേ ഇതാ ഇവിടുത്തെ വിഷയം. ആണല്ലേ? ഏതെങ്കിലും ആമ്പിളരെ കണ്ണും കവളും കാണിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അങ്ങ് പോവേന്ന് എന്തോ ചെയ്യുമെന്ന് പറയാം. അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടേ. നമ്മൾ ആദ്യം ഈ പെമ്പിള്ളരെ പറയണം. പെമ്പിള്ളരെ വളർത്തുന്ന തന്തമാരെ ആദ്യം ചാട്ടവാരൻ അടിക്കണം. അതാണ് ചെയ്യേണ്ട ആദ്യം. ചാട്ടവാരൻ അടിക്കണം. എന്തിന് അടിക്കാൻ മേടിക്കൊന്നും വേണം. അടിക്കാൻ പിടിക്കാൻ ഞാൻ SI ഉണ്ട് കേട്ടാ. നീ അടിക്കുവേടാ. ആവേശത്തിൽ പറഞ്ഞു എന്താ ആവേശം? അതെ, പിന്നെ വേറെ ആളുകളുണ്ട്. വേറെ ഉണ്ടോ സാർ? വേറെ ഉണ്ട്. ഈ ബാബു ഒരുപാട് ബാബു ഉണ്ട് ഇവിടെ. അല്ല, ഈ ഇരുന്നാൾ തലമുട്ടും എന്തൊരു പേരാണ്? ഇരുന്നാൾ തലമുട്ടും വീട്ടിൽ ബാബു. അത് പിന്നെ സാറേ ഞാനാണ്. നീയാണോ ബാബു? എന്തും ചെയ്യും ബാബു. നീ എന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പിന്നെ തീരുമാനിച്ചോളാം. അത് വിട്. കാര്യം എന്താ സാറേ? ബാബു നീയാണല്ലോ. അപ്പം അല്ല ഓക്കെ. കാര്യം എന്താ സാറേ? അതെ, ഒളിച്ചോടിയ പെങ്കൊച്ചുണ്ടല്ലോ, അത് നിന്റെ മോളാണ്. അയ്യോ, എന്റെ മോളാ? നിന്റെ മോളാ. ഞാനിപ്പോ എന്തിനാ സാറേ? നീ സ്റ്റേഷനിൽ വന്നാൽ മതി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അയ്യോ എടാ, എന്റെ മോളാണ്ടാ. ഞാനിപ്പോ എന്ത് ചെയ്യൂടാ? ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ഒന്നേ എനിക്ക് പറയാനുള്ളൂ.